പഴയ എന്നാൽ വളരെ പ്രശസ്തമായ ഒരു ക്രിസ്തീയ ഭക്തിഗാനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈശോ ശിഷ്യരെ വഞ്ചിയിലേക്ക് വിളിച്ചു കയറ്റുന്നു മറുകരയ്ക്ക് പോകാനായിട്ട്. വഞ്ചി പകുതി വഴിക്കാകുമ്പോഴത്തേക്ക് വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. വള്ളത്തിലേക്ക് വെള്ളം തിരമാലകൾ അടിച്ചു കയറുന്നു. സുവിശേഷകൻ പറയുന്നത് അവൻ അമരത്ത് തലേണ വെച്ചുറങ്ങുകയായിരുന്നു. അവരവനെ വിളിച്ചുണർത്തി. എന്നിട്ടാണ് കടലിനോടടങ്ങൂ, കാറ്റിനോട് ശാന്തമാകൂ എന്ന് പറയുമ്പോൾ ശാന്തതയുണ്ടാകുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് സങ്കല്പിച്ചിട്ട്, ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ, വെള്ളമടിച്ചു കയറുമ്പോൾ, വഞ്ചി തകരാൻ പോകുമ്പോൾ വിളിച്ചുണർത്തണം ഉറങ്ങുന്ന തമ്പുരാനെ. അതുകൊണ്ടാണ് ഈ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടും എന്നുള്ള സങ്കല്പത്തിലാണ് ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരുമിച്ച് വിളിക്കുവിൻ, ഒന്നുകൂടി ശബ്ദം കൂട്ടി വിളിക്കുവിൻ വിളിക്കുവിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആത്മീയ സങ്കല്പം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതായത് ഈശോ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നപ്പോൾ ഉറങ്ങുകയും ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈശോയുടെ അവസ്ഥയോ, അവൻ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ശരീരമില്ലാത്തവനായി തീരുകയും ചെയ്യുന്ന അവസ്ഥയിൽ അശരീരിയായിരിക്കുന്നവനെ, പഞ്ചേന്ദ്രിയങ്ങളില്ലാത്തവനെ എങ്ങനെയാണ് വിളിക്കാനും വിളിച്ചുണർത്താനും പറ്റുന്നത്? ശരിക്കു പറഞ്ഞാൽ ഇതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഈശോയിലേക്ക് തന്നെ തിരിഞ്ഞു പോകണം. ഈശോ എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കണം. മർക്കോസിന്റെ സുവിശേഷം 1:35 അവൻ അതിരാവിലെ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 6:46 മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മരുഭൂമിയിലും മലമുകളിലും വിജനപ്രദേശത്തും ഈശോ പ്രാർത്ഥിക്കുന്നത് മൗനത്തിലേക്ക്, നിശബ്ദതയിലേക്ക് പോകുന്നതല്ലേ? അതുകൊണ്ട് തന്നെ അശരീരിയായിരിക്കുന്നവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നതിന് പകരം നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും പിറകിലുള്ള ദൈവ സാന്നിധ്യത്തിലേക്ക്, ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് നീ ഉണർന്നു വരികയല്ലേ ചെയ്യേണ്ടത്, ഉണർവിലാകുകയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത് മത്തായി 6:7 അതിഭാഷണം മൂലം നിങ്ങൾ കേൾക്കപ്പെടുമെന്ന് ധരിക്കരുത്. എന്നിട്ടെന്താ ഈശോ പറഞ്ഞത്? നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രതീകാത്മകമായത് മുറിയിൽ കടക്കുക, കതകടക്കുക, പഞ്ചേന്ദ്രിയങ്ങളെ പിൻവലിച്ച് നിന്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള ദൈവസാന്നിധ്യത്തിലേക്ക് പിന്തിരിയുന്നിടത്താണ്. അതെപ്പോഴാണ്? അത് നിശബ്ദതയിലാണ്, അത് മൗനത്തിലാണ്. അപ്പോഴാണ് നീ ദൈവ സന്നിധിയിലാകുന്നത്. അപ്പോഴാണ് ജീവിതമാകുന്ന നിന്റെ നൗകയിലെ കാറ്റും കോളും, കൊടുങ്കാറ്റും തിരമാലകളും അടങ്ങുന്നത്, പ്രശാന്തതയുണ്ടാകുന്നത്. കുട്ടനാട്ടില് കൃഷിസ്ഥലമാണ്. അവിടെ കൊയ്ത്ത് കാലത്ത് കളമെന്ന് പറയുന്നത് ബണ്ടിനടുത്താണ്. അവിടേക്ക് കറ്റകൾ എടുക്കപ്പെടും, അവിടെ മെതിക്കുന്നു, നെല്ലും പതിരും വേർതിരിയുന്നു, നെല്ലും കച്ചിയും വേർതിരിയുന്നു. അങ്ങനെ ഒരു കളത്തില് അതിൻ്റെ ഉടമ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ റിസ്റ്റ് വാച്ച് കാണാതെ പോയി. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് കുട്ടികൾ പന്ത് കളിക്കുകയായിരുന്നു. ഇയാൾ തപ്പിയിട്ടും കിട്ടാഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ കൈകൊട്ടി വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ വാച്ച് കാണാതെ പോയി, അത് കണ്ടെടുത്ത് തരുന്നവർക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ക്യാഷ് കിട്ടുന്നതല്ലേ? പിള്ളേർ ആവേശത്തോടെ ഈ കച്ചിക്കൂട്ടത്തിലേക്ക് എടുത്ത് ചാടി. കുറെ നേരം അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ ഇവർ ഓരോരുത്തരായിട്ട് പിൻവാങ്ങി. എന്നാൽ അവസാനം ഒരുത്തൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ മിച്ചം നിന്നു. മിച്ചം നിൽക്കാൻ കാരണം ഇയാളുടെ ഓഫർ കൂട്ടിക്കൊണ്ടുവന്നു. കാരണം ഈ വാച്ച് അയാൾക്ക് വളരെ വൈകാരികമായ അടുപ്പമുള്ള, ഇയാളുടെ അപ്പം കൊടുത്തതാ, മരിക്കുന്ന നേരത്ത് അപ്പൻ്റെ അപ്പം കൊടുത്തതാ, അങ്ങനെ പാരമ്പര്യമായി കൈമാറി കിട്ടിയതാ. ഈ മിച്ചം ഈ അവസാനം നിന്ന പയ്യൻ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ, ശബ്ദമെല്ലാം അടങ്ങിയപ്പോൾ അവൻ പതിയെ നിലത്തേക്ക് ചെവി വെച്ച് കിടന്നു. ആ നിശബ്ദതയിൽ ശ്രദ്ധയോടെ അവൻ കിടന്നപ്പോൾ ടിക് 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 എന്ന സെക്കൻഡ് സൂചിയുടെ ശബ്ദം അവൻ കേട്ടു.
അത് കേട്ട ഭാഗത്തേക്ക് അവൻ അന്വേഷിച്ചു. വാച്ചുമായിട്ട് പുറത്തു വന്നു. നിശബ്ദതയിലാണ്, മൗനത്തിലാണ് അശരീരിയായിരിക്കുന്നവൻ്റെ ശബ്ദം കേൾക്കാൻ ആവുന്നത്, സന്നിധിയിൽ ആവാൻ പറ്റുന്നത്. അതുകൊണ്ട് വിളിച്ചുണർത്തുകയല്ല, അശരീരിയായിരിക്കുന്നവൻ്റെ സാന്നിധ്യത്തിലേക്ക് നീ ഉണർന്നു വരികയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് ജീവിതമാകുന്ന നൗകയിലെ കാറ്റടങ്ങുന്നത്, കടല് ശാന്തമാകുന്നത്.